പക്ഷേ പ്രാദേശികമായി പരിശോധിക്കുന്ന സമയത്ത് ഇത്രയൊന്നും വോട്ട് വന്നതായിട്ട് BLOമാർക്ക് അറിയില്ല. മിക്കവാറും എല്ലാ ബൂത്തുകളിലും നിസ്സാരമായ വോട്ടുകൾ അപേക്ഷയായിട്ട് വന്നതായിട്ടാണ് BLOമാർ പറയുന്നത്. അപ്പോൾ BLOമാരറിയാതെ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്താതെ BLA വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ BLAമാർ പോലും വേറെ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തിനാൽ ഞങ്ങൾ അറിയുന്നില്ല. BLAമാരറിയാതെ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം അസാധാരണമായിട്ടുള്ള കാര്യമാണ്. BLOമാരറിയാതെ ഇപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ID ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ അതേ ID ഉപയോഗിച്ച് OTP ഉപയോഗിച്ച് ഞാൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് വേറെ ഏതോ ഒരു വോട്ട് അതിനകത്ത് കയറി വരികയാണ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാണെങ്കിൽ അത് സാധാരണ നിലയിൽ സർവർ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയൂ. അപ്പോൾ സർവർ കൈകാര്യം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഈ പറഞ്ഞ കാര്യം എന്താണ്, ഞാൻ ഇപ്പോഴും ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഫോറം ഇവിടുന്ന് ചേർക്കാതെ ഒരാളുടെ ലോഗിൻ ID എങ്ങനെ കയറി വന്നു? BLOമാരറിയാതെ എങ്ങനെയാണ് 90,000-ലേറെ വോട്ട്, ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് 1 ലക്ഷം കടന്നു എന്നാണ് ഞാൻ അറിയുന്നത്, 1 ലക്ഷത്തിലേറെ വോട്ട് എങ്ങനെയാണ് ചേർത്തത്? BLOമാരറിയാതെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ള റിപ്പോർട്ട് എങ്ങനെയാണ് പോകുന്നത്? ഓട്ടോ ജനറേറ്ററായിട്ട് പോകുന്നതാണോ? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അത് ഗൗരവത്തിൽ പരിശോധിക്കണം. അസാധാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ആകെ 90,000-ലേറെ അപേക്ഷ മാത്രമാണ് ലഭിച്ചിരുന്നത്. പിന്നീടാണ് ഹിയറിംഗ് നടത്തി അതിൽ ചിലത് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അപേക്ഷ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 2 ലക്ഷത്തിലേറെയാണ്. നിലവിൽ 1 ലക്ഷത്തിലേറെ വോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു. ആ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷം ശക്തമായ മത്സരം നടത്തുന്ന മണ്ഡലങ്ങളിലാണ് കൂടുതലായി വോട്ടുകൾ കൂട്ടിച്ചേർത്തത്. ഇപ്പം ഞാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോടും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെടുന്നത് അസാധാരണമായ വിധത്തിൽ എവിടെയെങ്കിലും നിയമവിരുദ്ധമായി വോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടോ, ഇക്കാര്യം പരിശോധിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളെ അനധികൃതമായി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ, അത് പരിശോധിക്കണം. ബന്ധപ്പെട്ട മണ്ഡലത്തിൽ സ്ഥിരതാമസമല്ലാത്ത ആളുകളെ മറ്റേതെങ്കിലും സ്ഥലത്തുനിന്ന് അനധികൃതമായി ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? പെർമനൻ്റ് ഓർഡിനറി റെസിഡൻസ് എന്നാണ് പറയുക. അതായത് സ്ഥിരതാമസക്കാർക്കാണ് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വോട്ടുണ്ടാവേണ്ടത്. അപ്പോൾ സ്ഥിരതാമസക്കാരല്ലാത്ത ആളുകളെ അന്യായമായി, നിയമവിരുദ്ധമായി, അനധികൃതമായി ഏതെങ്കിലും ഒരു മണ്ഡലം പിടിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് ഗൗരവത്തിലുള്ള പരിശോധന നടത്തണം, അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയിട്ട് ഇങ്ങനെ ബൾക്ക് ട്രാൻസ്ഫർ നടത്തിയ സംഭവങ്ങളുണ്ടെങ്കിൽ ആ സംഭവത്തെ സംബന്ധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.